Okay, good morning to all. Okay, today I would like to discuss about that is heat exchangers. That is heat exchanger analysis. Okay. Last class we have already discussed about what is that heat exchanger and what are the types of heat exchanger. These are the things we have discussed in last class. Okay. Today I will discuss about that is what is that heat exchanger analysis. Okay. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. ഇപ്പൊ ലെറ്റസ് കൺസിഡർ നമ്മളൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് കൺസിഡർ ചെയ്യുന്നത്. താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ദിസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ വരുന്ന എന്താ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിലൂടെ നമുക്ക് വരുന്നത് നമുക്കിവിടെ കാണാം, റെഡ് കളറിൽ കാണുന്ന എന്താണ്, ഹോട്ട് ഫ്ലൂയിഡ് ആണ്. താഴെ നമ്മൾ കാണുന്ന എന്താണ്, കോൾഡ് ഫ്ലൂയിഡ് ആണ്. രണ്ട് ഫ്ലൂയിഡിന്റെയും ഡയറക്ഷൻ എന്താണ്, സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം അതിന്റെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് വരുന്നത് നോക്കുമ്പോൾ ഈ രണ്ട് ട്യൂബും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അപ്പൊ ഈ ഡയറക്റ്റ് കോണ്ടാക്ട് ആയതുകൊണ്ട് ഈ ട്യൂബും തമ്മിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്, അത് കണ്ടക്ഷൻ ആണ് വരുന്നുണ്ടാവുക. അതേസമയം ഈ ഫ്ലൂയിഡും നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ളത് എന്താ വരുന്നുണ്ടാവുക, ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് വരുന്നത് കൺവെക്ഷൻ ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ കോൾഡ് ഫ്ലൂയിഡും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള എന്താണ്, കൺവെക്ഷൻ ആണ് വരുന്നുണ്ടാവുക. ഇതിന്റെ ഇവിടെ നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക, ആദ്യം നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നുണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് ആണ് ആദ്യം ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ യു. ഓക്കെ, അപ്പൊ അതാണ് ട്രാൻസ്ഫർ ആണ് വരുന്നത്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സെക്കൻഡ് ഫാക്ടർ നമുക്ക് വരുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏരിയ, എത്ര ഹീറ്റ്, ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, അത് ഏത് തരത്തിലുള്ള എത്രത്തോളം ഏരിയയിലാണ് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നത്, അത് ഡിപ്പെൻഡന്റ് ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ, നമ്മുടെ ഇൻലെറ്റും ഔട്ട്ലെറ്റും വരുന്ന T1 T2 ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് കണ്ടീഷൻസ്, അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ അനാലിസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നോർമലി എന്ത് വരുന്നുണ്ടാവുക, ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഇതിന്റെ അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, എനർജി അനാലിസിസ് ആണ്. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എനർജി അനാലിസിസ്. അപ്പൊ നമുക്ക് നോക്കാം, കുറച്ച് പാരാമീറ്റേഴ്സ് കൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇവിടെ നമ്മൾ അറിയാം ഹോട്ട് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് TH1. TH1 എന്നുള്ളത് എന്താണ്, ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആണ്. മനസ്സിലായല്ലോ. TC1 എന്നുള്ളത് എന്താണ്, കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചർ ആണ്. TC2 എന്നുള്ളത് എന്താണ്, കോൾഡ് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് TC1 ഉം TC2 ഉം കിട്ടി. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് θ1. θ1 എന്നുള്ളത് ദാറ്റ് ഈസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്, TH1 മൈനസ് TC1. എന്താണ്, TH1 മൈനസ് TC1 നെയാണ് നമ്മൾ എന്ത് പറയണേ, θ1 എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം θ2 എന്ന് പറഞ്ഞാലോ TH2 മൈനസ് TC2 ആണ് എന്നുള്ളത് θ2. അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. m dot that is mass flow rate in kilogram per second, Cp that is specific heat of the fluid, and T small t that is temperature of the fluid, delta T എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാം റൈസ് ആവാം. അവിടുത്തെ ഡിഫറൻസസ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഡെൽറ്റ ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാരാമീറ്റേഴ്സ് അറിയാം, H എന്നുള്ളത് ഹോട്ടും C എന്നുള്ളത് എന്താണ്, കോൾഡും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 and 2 എന്നുള്ളത് ഇൻലെറ്റും ഔട്ട്ലെറ്റും കണ്ടീഷൻസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഇവിടത്തെ നമ്മളൊരു എനർജി അനാലിസിസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഒന്ന്, നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ചൂടുവെള്ളമുണ്ട്, നമ്മുടെ കയ്യിൽ തണുത്ത വെള്ളമുണ്ട്. ഈ രണ്ട് വെള്ളം കൂടി നമ്മൾ മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യുമ്പോൾ അവിടുത്തെ എനർജി അനാലിസിസ് വരുന്നത് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുക, ഒന്നുണ്ടാവണ എന്താ, ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്തായി അവിടെ കുറയും. എന്താ പറയുണ്ടാവുക, ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറയും എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലോസ്റ്റഡ്
ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് എന്നുള്ളത് എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹീറ്റ് ആര് ഗെയിൻ ചെയ്യും? ഹീറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹീറ്റ് ഗെയിൻഡ് ബൈ എന്ത് വരും? കോൾഡ് ഫ്ലൂയിഡ് വരും അല്ലെ? നമ്മളൊരു ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ എന്താ പ്രത്യേകത വരുന്നുണ്ടാവുക? ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഡിക്രീസ് അവിടെ വരും. മനസ്സിലായോ? അതേസമയം അതേ ഈക്വലന്റ് ആയിട്ട് നമുക്ക് എന്ത് വരും? കോൾഡ് ഫ്ലൂയിഡിന്റെ ഹീറ്റ് എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. അപ്പൊ അവിടുത്തെ എനർജി അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ഫ്ലൂയിഡ്. അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താ വരുന്നുണ്ടാവുക? നമുക്ക് നോക്കാം. ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ് ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് Q ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? mCp ഡെൽറ്റ ടി ആണ്. Q എന്ന് വെച്ചാൽ ജനറലി എന്താ ഉണ്ടാവുക? mCp ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ mHCpH ഇൻറ്റു എന്താ വരുന്നുണ്ടാവുക? TH1 മൈനസ് TH2 ടെമ്പറേച്ചർ ഡിഫറൻസ്. TH1 മൈനസ് TH2. അതേസമയം ഹീറ്റ് ലോസ്റ്റ് ബൈ കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ Q ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? mCCpC ഇൻറ്റു എന്താണ്? TC2 മൈനസ് TC1. TC2 മൈനസ് TC1. എന്താ പറയുക? TC2 എടുക്കാൻ കാരണം TC1ന്റെ ടെമ്പറേച്ചർ കുറവാണ്. TC2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഗെയിൻ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? TC2ന്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? TC2 മൈനസ് TC1 നമ്മൾ എടുത്തത്. മനസ്സിലായല്ലോ? ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? Q ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടാവുക? UA തീറ്റ എം ആണ് വരിക. UA തീറ്റ എം. നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ എടുക്കുവാണ്. ഇത് ഒരു അനാലിസിസ് ആണ്. പറഞ്ഞാൽ ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ഫ്ലൂയിഡ്. ഇതൊരു ടൈപ്പ് ഓഫ് അനാലിസിസ്. അടുത്തൊരു കേസ് നമ്മൾ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ നടന്ന ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? Q ഈക്വൽ ടു UA തീറ്റ എം എന്ന് പറഞ്ഞാൽ എന്താ കാരണമാണെന്ന് അറിയൂ? U എന്ന് പറഞ്ഞാൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ആണ് രണ്ട് ഫ്ലൂയിഡ് തമ്മിലുള്ളത്. A എന്ന് പറഞ്ഞാൽ അവിടുത്തെ എഫക്റ്റീവ് സർഫസ് ഏരിയ ആണ്. അതുപോലെ തന്നെ തീറ്റ എം എന്ന് പറയുന്നതാണ് എന്തെന്നുള്ളത്? ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ദാറ്റ് ഈസ് LMTD. തീറ്റ എം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? LMTD ദാറ്റ് ഈസ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. എന്താണെന്ന് പറയാം. അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ബുക്കുകളിൽ അതിന് ഇങ്ങനെ കൊടുക്കും, ഡെൽറ്റ ടി എം എന്ന് കൊടുക്കും. ചില ബുക്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഡെൽറ്റ ടി LM എന്ന് കൊടുക്കും. ഇതെല്ലാം എന്ത് തന്നെയാണ്? LMTD അല്ലെങ്കിൽ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഇതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ്? ഈ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഈ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ അസംഷൻസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എടുക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ മാത്രം നമ്മൾ വേരി ചെയ്യുമ്പോൾ അതിനൊരു റിലേഷൻ ഉണ്ടാക്കുകയാണ്. ബാക്കിയുള്ള കുറെ പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫിക്സ് ചെയ്യുവാണ്. മനസ്സിലായോ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? ദാറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് വിച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് വിച്ച് ഇഫ് കോൺസ്റ്റന്റ് would give same rate of heat transfer as actually occur under variable conditions of temperature difference. എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് അവർ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ മാത്രമാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ടെമ്പറേച്ചറിനെ അതിന് നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് LMTD ഓർ ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. മനസ്സിലായോ? നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക? ഒന്ന്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ടോട്ടൽ ആയിട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനി ഫ്ലോ കണ്ടീഷൻസ് എല്ലാം എന്താണ്? സ്റ്റഡി ആണ്. സ്പെസിഫിക് ഹീറ്റ് ആൻഡ് മാസ് ഫ്ലോ റേറ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്തില്ല? ദർ ഈസ് നോ ഹീറ്റ് ടു എന്താണ്? സറൗണ്ടിങ്. അതുപോലെ തന്നെ ഹീറ്റ് ടു ഹീറ്റ് എക്സ്ചേഞ്ചർ ബീങ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ്. ഹീറ്റ് എക്സ്ചേഞ്ചർ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നോ ഫേസ് ചേഞ്ച്. അതുപോലെ തന്നെ എന്താണ്? നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജീസ്. അതുപോലെ തന്നെ ആക്സിയൽ കണ്ടക്ഷൻ അലോങ് ദ ട്യൂബ് ഓഫ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് നെഗ്ലിജിബിൾ. ആക്സിയൽ കണ്ടക്ഷൻ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ഇത്രയും നമ്മളെ അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഇതിനകത്ത് വരുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ അത് എന്തിനേയും എഫക്ട് ചെയ്യും? ഹീറ്റ് ട്രാൻസ്ഫറിനെയും എഫക്ട് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ LMTD. കിട്ടിയല്ലോ എല്ലാവർക്കും? നമുക്ക് നോക്കാം ഈ LMTD എന്നുള്ളത് രണ്ട് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന്റെയും എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. LMTD ഫോർ എന്താണ്? പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. LMTD ഫോർ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ ഇതാണ് നമ്മുടെ പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്യൂബിനകത്തൂടെ നമ്മൾ കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. അതിന്റെ ഡയറക്ഷൻ നോക്കുക.
അടുത്ത ട്യൂബിലൂടെ ഹോട്ട് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അടുത്ത ഫ്ലൂയിഡ് വീണ്ടും കോൾഡ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ ഈ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ എന്ത് പറയുന്നു? ദാറ്റ് ഈസ് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നു. നോക്കാം ഇനി ഇതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കാം. നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് നോക്കാം. താഴെ നോക്കി കഴിഞ്ഞാൽ അറിയാം TH1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ്. TH2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ആണ്, ഔട്ട്ലെറ്റ് ആണ്. TC1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് അറ്റ് ഇൻലെറ്റ് ആണ്. TC2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ഫ്ലൂയിഡ് അറ്റ് ഔട്ട്ലെറ്റ് ആണ്. അപ്പോ നമ്മളൊരു പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എന്താ സംഭവിക്കുക? കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഏതിന്റെ വരുന്നുണ്ടാവുക? പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി നമുക്കറിയാം θ1 എന്ന് പറയുന്നത് എന്താണ്? TH1 മൈനസ് TC1 ആണ്. ഇതിന്റെ ഡിഫറൻസ്, ഇതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്നുള്ളത് θ1. θ1 ഈക്വൽ ടു എന്താണ്? TH1 മൈനസ് എന്താണ്? TC1. അതുപോലെ തന്നെ എന്താണ്? θ2 എന്ന് പറഞ്ഞാലോ എന്താ വരുന്നുണ്ടാവുക? TH2 മൈനസ് TC2. TH2 മൈനസ് TC2 കിട്ടിയല്ലോ. ഇനി നമുക്കറിയാം ലെറ്റസ് കൺസിഡർ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു സ്മോൾ എലമെന്റൽ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഹോട്ട് ഫ്ലോയിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്തായാലും കൺസിഡർ ചെയ്യാം? DTH ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്തായാലും കൺസിഡർ ചെയ്യാം DTH. അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് DTH. അവിടുത്തെ കോൾഡ് ഫ്ലൂയിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്നുള്ളത് DTC. എന്താണ്? DTC. ചെറിയൊരു എലമെന്റ്, ഇത്രയും ചെറിയൊരു എലമെന്റ് ആണ് എടുക്കണമെങ്കിൽ അവിടുത്തെ ഹോട്ട് ഫ്ലൂയിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് DTH, കോൾഡ് ഫ്ലൂയിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് DTC. ഇനി ഇവിടുത്തെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് DQ. അതാണ് എന്നുള്ളത് DQ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? TH മൈനസ് TC ആണ് തീറ്റ. അത് അവിടെ ഓർത്ത് വയ്ക്കും. ഇനി നമ്മൾ ഇതിന്റെ അനാലിസിസിലേക്ക് നമ്മൾ പോവാണ്. നോക്കാം. ലെറ്റസ് കൺസിഡർ നമ്മളൊരു എലമെന്ററി ഏരിയ, ചെറിയൊരു എലമെന്ററി ഏരിയ നമ്മൾ എടുത്തു ഹീറ്റ് എക്സ്ചേഞ്ചറിലെ. അപ്പൊ അവിടുത്തെ ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ ജനറലി ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുമ്പോൾ Q ആണ് എടുക്കുന്നത്. ഒരു ചെറിയൊരു എലമെന്റൽ ഏരിയ എടുത്തുകൊണ്ട് ആ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് പറയുന്നു? DQ എന്ന് പറയുന്നു. സോ DQ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ പറയുണ്ടാവുക? UA ഡെൽറ്റ T ആണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എന്താണ്? U ഇൻറ്റു അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? DA ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് എന്താണ്? TH മൈനസ് TC ആണ്. സോ UDA ഡെൽറ്റ T. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടത്തെ നമുക്കൊരു എനർജി അനാലിസിസ് നമുക്ക് നടക്കുമ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? DQ എന്ന് പറയുന്നത് സെയിം എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കാം. ജനറൽ അറിയാം എന്താ വരുന്നുണ്ടാവുക? MCP ഡെൽറ്റ T ആണ് ജനറലി വരിക. എന്ന് പറഞ്ഞാൽ ഹോട്ട് ഫ്ലൂയിഡ് എങ്ങനെ വരും? MHCPH ഇൻറ്റു എന്താ വരിക? ഹോട്ട് ഫ്ലൂയിഡ് ആകുമ്പോൾ DTH1 മൈനസ് TH2, അല്ലെങ്കിൽ ചെറിയൊരു എലമെന്റൽ ഏരിയ. അറ്റ് ദ സെയിം ടൈം കോൾഡ് ഫ്ലൂയിഡ് ആകുമ്പോൾ MCCPC ആൻഡ് DTC. ദാറ്റ് ഈസ് എന്താണ്? MC മാസ് ഫ്ലോ റേറ്റ്, CP സ്പെസിഫിക് ഹീറ്റ്, DTC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതാണ് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ജനറലി വരുന്നുണ്ടാവുക. ജനറലി നമുക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുക? ടോട്ടൽ ഈക്വൽ ടു എങ്ങനെ വരിക? U ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ DA ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? TH മൈനസ് TC ആണ് വരിക. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക് അത് അങ്ങനെ വരുമ്പോൾ എന്താ? ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതെന്താണ് നെഗറ്റീവ് സൈൻ എന്ന് അറിയണ്ടാവില്ല. നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ. നമുക്കറിയാം ഇവിടെ നമ്മൾ കോൾഡ് ഫ്ലൂയിഡ് എടുക്കുവാണ്. കോൾഡ് ഫ്ലൂയിഡിന്റെ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് വെച്ചാൽ TC2 മൈനസ് TC1 ആണ്. ഇത് ലെങ്ത് കൂടുന്തോറും കുറഞ്ഞു വരികയാണ്. നമുക്കൊന്ന് അറിയാം ലെങ്ത് കൂടുന്തോറും TC2 മൈനസ് TC1 ചെറുതായി വരും. അതേ സമയം തന്നെ ഹോട്ട് ഫ്ലൂയിഡിന് നമുക്ക് വരുന്നത് എന്താണ്? TH1 മൈനസ് TH2 ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്? നമ്മൾ ഹോട്ട് ഫ്ലൂയിഡിന്റെ ലെങ്ത് കൂടുന്തോറും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നുള്ളത് എന്താണ്? കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെവിടെ എടുക്കുന്നത്? നെഗറ്റീവ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ എന്തെടുത്ത്? നെഗറ്റീവ് സൈൻ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്ത്? മൈനസ് ഓഫ് എന്തെടുത്ത്? MHCPH ഇൻറ്റു DTH എന്നെടുത്ത്. മനസ്സിലായോ? ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തുനിന്നാണ് നമ്മൾ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്?
അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലായി. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട 2-3 ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഡി ടി എച്ചിനും ഡി ടി സിക്കും 2 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. എന്താണ് ഡി ടി എച്ച് എന്ന് പറഞ്ഞാൽ? ഡി ടി എച്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഡി ടി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡി ക്യു ഡിവൈഡഡ് ബൈ എം എച്ച് സി പി എച്ച് ആണ്. ഈ മൈനസ് ഇവിടെയുണ്ട്, മൈനസ് ഓഫ് ഡി ക്യു ഡിവൈഡഡ് ബൈ എം എച്ച് സി പി എച്ച് ആണ്. ഇനി അതേസമയം നമ്മളൊരു ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹീറ്റ് കപ്പാസിറ്റി ദാറ്റ് ഈസ് സി എച്ച്, സി ഈക്വൽ ടു എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ്. നമ്മൾ ഇതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പൊ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ എം എച്ച് സി പി എച്ചിന് പകരം നമ്മൾ എന്തെടുത്തു? മൈനസ് ഡി ക്യു ഡിവൈഡഡ് ബൈ എന്തെടുത്തു? സി എച്ച് എടുത്തു. മൈനസ് ഡി ക്യു ഡിവൈഡഡ് ബൈ എന്തെടുത്തു? സി എച്ച് എടുത്തു. അതേസമയം ഡി ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ക്യു ഡിവൈഡഡ് ബൈ എം സി സി പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ക്യു ഡിവൈഡഡ് ബൈ സി സി. സി സി എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു എം സി ഇൻറ്റു സി പി സി. കിട്ടിയല്ലോ? ഈ കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഇനി നമുക്കറിയാം നമ്മൾ ഡി ടി എച്ചും ഡി ടി സി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ. ഡി ടി എച്ചും ഡി ടി സിയും ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും? ഡി ടി എച്ച് മൈനസ് ഡി ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരാം? ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ്? ഡി ക്യൂനെ നമ്മൾ പുറത്തെടുത്തു എന്ന് വിചാരിക്കാം. ഡി ക്യൂനെ നമ്മൾ പുറത്തേക്ക് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് ഡി ക്യൂ എന്ന് എടുത്തു. മൈനസ് ഡി ക്യൂ എന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ഫാക്ടറും എന്തായിട്ട് പോകും? പോസിറ്റീവ് ആയിട്ട് വരും. മൈനസ് ഡി ക്യൂ എടുത്തു കഴിഞ്ഞാൽ 2 ഫാക്ടറും പോസിറ്റീവ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും: ഡി ടി എച്ച് മൈനസ് ഡി ടി സി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ക്യൂ ഇൻറ്റു എന്താണ്? 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. സോ അഗെയിൻ ഈ ഡി ടി എച്ച് മൈനസ് ഡി ടി സി നമ്മൾ എന്തായിട്ട് എടുത്തു? ഡി തീറ്റ. എന്താ കാരണം? ടി എച്ച് മൈനസ് ടി സി എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റയാണ്. സോ ഡി ടി എച്ച് മൈനസ് ഡി ടി സി എന്താണ്? ഡി തീറ്റയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡി ക്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. ഓക്കെ ആണല്ലോ? ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ ടോട്ടലി റീഅറേഞ്ച് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നേരത്തെ സെയിം ഇക്വേഷനിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ? മൈനസ് യു ഡി എ എന്താണ്? ടി എച്ച് മൈനസ് ടി സി. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഡി തീറ്റ ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു ഡി എ ടി എച്ച് മൈനസ് ടി സി ഇൻറ്റു എന്താ വരുന്നുണ്ടാവുക? 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ ഏതിനാ? ഡി തീറ്റ. ദാറ്റ് ഈസ് ഏതിനാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഡി ടി എച്ച് മൈനസ് ഡി ടി സി. ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് നോക്കാം എന്താ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഡി ക്യൂന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഡി ക്യൂ എന്ന് വെച്ചാൽ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ്? ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു ഡി എ ടി എച്ച് മൈനസ് ടി സി. ഇത് ടോട്ടലി എന്താണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡി ക്യൂന്റെ വാല്യൂ ആണ്. ആ ഡി ക്യൂ ഇൻറ്റു എന്താണ്? മൈനസ് ഡി ക്യൂ എന്താണ്? നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു എന്താണ്? 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. ഓക്കെ, ഇനി ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ടി എച്ച് മൈനസ് ടി സിക്ക് നമ്മൾ എന്ത് കൊടുത്തു? തീറ്റ എന്ന് കൊടുത്തു. സോ ഡി തീറ്റ ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു തീറ്റ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. രണ്ടും സെയിം തന്നെയാണ്. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഡി തീറ്റ ഡിവൈഡ് തീറ്റ കം ടു ഒരു സൈഡിലേക്ക് കൊടുത്തു. അപ്പൊ എങ്ങനെ എഴുതാം? ഡി തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു മൈനസ് യു ഇൻറ്റു ഡി എ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാ. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഏതിനാണ്? ഇൻലെറ്റ് കണ്ടീഷൻസും ഔട്ട്ലെറ്റ് കണ്ടീഷൻസും വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. മനസ്സിലായോ? അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ എന്നുള്ളത് അവിടുത്തെ ഏരിയ എന്നുള്ളത് അവിടെ എന്താണ്? കോമൺ ആയിട്ട് സെയിം ആയിരിക്കും. ഇന്റഗ്രേറ്റ് ചെയ്ത കാര്യമായിട്ടുള്ള മാറ്റംസ് ഒന്നും നമുക്ക് അവിടെ ഉണ്ടാവില്ല. ബാക്കി നമുക്ക് ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഡിഫറൻസ് വരുന്നത് തീറ്റയ്ക്കാണ്, ടെമ്പറേച്ചറിനാണ് ഡിഫറൻസ് വരുന്നത്. സോ ഇന്റഗ്രൽ 1 to 2 d theta by theta that is equal to കോമൺ ആയിട്ടുള്ളതൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 1 ഡിവൈഡ് മൈനസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ സി എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സി സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എ വേരി ചെയ്യുന്ന എവിടുന്ന? 0 to a എന്നാണ്. യു ഇൻറ്റു ഡി എ. അപ്പോ ഇവിടെ നമ്മൾ ഏരിയ എന്നുള്ളത് വേരി ചെയ്യുന്നത് എന്താ? 0 to a ആണ്. അപ്പൊ എ ആണ് അവിടെ വരുന്നത്. എ മൈനസ് 0 അല്ലേ? അപ്പൊ എന്താ വരിക? എ തന്നെയാണ് വരിക. സോ നമുക്ക് എങ്ങനെ എഴുതാം?
ഇന്റഗ്രൽ ഓഫ് 1/തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ln തീറ്റയാണ്. ln തീറ്റ ദാറ്റ് ഈസ് 1 to 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ln തീറ്റ 2/തീറ്റ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു എ ഇൻറ്റു മറ്റേത് കോമൺ ആയിട്ടുള്ളത് 1/ch പ്ലസ് 1/cc. 1/ch പ്ലസ് 1/cc. കോൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? തെറ്റില്ലല്ലോ? ഇതുവരെ ഓക്കെ ആണല്ലോ? ഇനി നോക്കാം, അടുത്ത് നോക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആദ്യം തന്നെ ജനറൽ ഇക്വേഷൻ ഡി ക്യു നമ്മൾ എഴുതി, അതിന് നമ്മൾ എനർജി ബാലൻസ് ചെയ്തു, അതിന് ഡി ടി എച്ച് കണ്ടുപിടിച്ചു, ഡി ടി സി കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഡി ടി എച്ച് മൈനസ് ഡി ടി സി നമ്മൾ ചെയ്തു. അതിന് നമ്മൾ എന്താക്കി എടുത്തു? ഡി തീറ്റ ആക്കി എടുത്തു. ഡി തീറ്റയുടെ തീറ്റ പാർട്ടിനെ ഇത് നമ്മൾ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി തീറ്റ ബൈ തീറ്റ എന്നുള്ളത് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തായിട്ട് വന്നു? ln നാച്ചുറൽ ഓഫ് തീറ്റ 2/തീറ്റ 1 ആയി, മറ്റേത് സെയിം ആയി മാറി. മൈനസ് യു എ 1/ch പ്ലസ് 1/cc. ഓക്കെ ആണല്ലോ? അതവിടെ നിൽക്കട്ടെ. എഗെയിൻ നമുക്കറിയാം രണ്ട് ഫ്ലൂയിഡ് ആണ്, പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ? നമ്മൾ 1/ch-നും cc-ക്കും നമ്മൾ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. നോക്കാം. അപ്പോൾ ജനറൽ ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ ക്യൂ, ജനറൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? നമുക്കറിയാം എം സിക്ക് പകരം നമ്മൾ എന്തെടുത്തു? ക്യാപിറ്റൽ സി ഇൻറ്റു എച്ച് ആക്കി. ദാറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി. CH ഇൻറ്റു TH1 മൈനസ് TH2 ദാറ്റ് ഈസ് ഈക്വൽ ടു CC ഇൻറ്റു TC2 മൈനസ് TC1. നമുക്കറിയാം TH1 എന്ന് പറയുമ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഹയർ ആയിരിക്കും, TH2 ചെറുതായിരിക്കും. ഇവിടെ TC2 എന്നുള്ളത് ഹയർ ആണ്, TC1 ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. സോ ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 1/CH-ഉം 1/CC-യുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ 1/CH എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിനകത്ത് നമുക്ക് എടുക്കാം 1/CH എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്താ വരിക? TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ Q 1/CH. അതുപോലെ തന്നെ 1/CC എന്ന് വെച്ചാലോ TC2 മൈനസ് TC1 ഡിവൈഡഡ് ബൈ Q. ആ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താ ചെയ്യുന്നത്? ഈ രണ്ട് വാല്യൂവിന് നേരത്തെ ഇക്വേഷനിൽ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുണ്ടാവുക. ln തീറ്റ 2/തീറ്റ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് യു എ, അതവിടെ ഓൾറെഡി ഉണ്ട്, പ്ലസ് മൈനസ് യു എ ഇൻറ്റു നമ്മൾ 1/CH-നും CC-ക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ രണ്ട് വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ Q പ്ലസ് TC2 മൈനസ് TC1 ഡിവൈഡഡ് ബൈ Q. അതും നമുക്ക് കിട്ടി. നമുക്കറിയാം കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ് Q ടേക്ക് ഔട്ട്. നമ്മൾ എന്ത് ചെയ്തു? ഈ മൈനസിനെ ഉള്ളിലോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? UA/Q ഇൻറ്റു നമുക്കറിയാം ഈ TH എന്നുള്ളത് എന്തായി? മൈനസ് TH1 ആയിട്ട് മാറി. ഈ TH1 എന്നുള്ളത് ഇവിടെ നോക്കിയറിയാം മൈനസ് TH1 ആയിട്ട് മാറി. മൈനസ് TH2 എന്നുള്ളത് എന്തായിട്ട് മാറി? പ്ലസ് TH2 ആയിട്ട് മാറി. മൈനസ് പ്ലസ് TC2 എന്നുള്ളത് എന്തായിട്ട് മാറി? മൈനസ് TC2 ആയിട്ട് മാറി. അതുപോലെ തന്നെ മൈനസ് TC1 എന്നുള്ളത് എന്തായിട്ട് മാറി? പ്ലസ് TC2 ആയിട്ട് മാറി. അപ്പൊ അത് വെച്ച് നമ്മൾ ഹോട്ട് ഫ്ലൂയിഡിനും കോൾഡ് ഫ്ലൂയിഡിനും നമ്മൾ അറേഞ്ച് ചെയ്യുവാണ്. നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ദാറ്റ് മീൻസ് എന്താ വരുന്നുണ്ടാവുക? ഇങ്ങനെയാണ് വരിക. UA ഡിവൈഡഡ് ബൈ Q ഇൻറ്റു എങ്ങനെ വന്നു? മൈനസ് TH1 പ്ലസ് TH2 മൈനസ് TC2 പ്ലസ് TC1. ഇതാണ് നമുക്ക് വന്നത്. ഇനി നമ്മൾ TH1നെയും TH2നെയും കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ വന്നു? UA/Q ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു? TH2 മൈനസ് TC2. അതിവിടെ ഉണ്ടല്ലോ TH2 മൈനസ് TC2, രണ്ടും മൈനസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ടേക്കൺ ഔട്ട്, മൈനസ് അവിടെ പുറത്തേക്ക് എടുത്തു. നമുക്ക് എങ്ങനെ വരും? TH1 മൈനസ് TC1 മൈനസ് TC1. അപ്പൊ അതെന്താണ്? പ്ലസ് ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇത് സിമ്പിൾ ആണ്, മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? UA ഡിവൈഡഡ് ബൈ Q ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ 1 എന്ന് എഴുതാം. കാരണം എന്താണ്? ഈ TH2 മൈനസ് TC2 നമ്മൾ പറയുന്ന പേരാണ് തീറ്റ 2. TH1 മൈനസ് TC1 നമ്മൾ പറയുന്ന പേരാണ് തീറ്റ 1. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. സോ Q എന്നുള്ള ഇക്വേഷൻ become എന്തായിട്ട് മാറി? Q എന്നുള്ള എന്തായിട്ട് മാറി? UA ഇൻറ്റു ഇതിനകത്ത് നമ്മൾ Q കണ്ടുപിടിക്കുകയാണ്, ഇക്വേഷൻ നമ്മൾ Q കണ്ടുപിടിക്കുകയാണ്. Q ഈക്വൽ ടു എന്താണ്? UA ഇൻറ്റു തീറ്റ 2 മൈനസ് തീറ്റ 1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ പറയണത്? ln തീറ്റ 2 ഡിവൈഡഡ് ബൈ തീറ്റ 1. ln തീറ്റ 2 ഡിവൈഡഡ് ബൈ തീറ്റ 1. കിട്ടിയല്ലോ? സോ ഇക്വേഷൻ ഇതിന് നമ്മൾ ടോട്ടൽ ആയിട്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് തീറ്റ 2 മൈനസ് തീറ്റ 1 ഡിവൈഡഡ് ബൈ ln തീറ്റ 2 ഡിവൈഡഡ് ബൈ തീറ്റ 1 നമ്മൾ വിളിക്കുന്ന പേരാണ് തീറ്റ m.
ദാറ്റ് ഈസ് LMTD. ഓർ നമ്മൾ പറഞ്ഞു ചില ബുക്കുകളിൽ എങ്ങനെ കാണിക്കും, ഡെൽറ്റ TM എന്ന് കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് കാണിക്കും, ഡെൽറ്റ TLM എന്ന് കാണിക്കും. ഇതെല്ലാം എന്താണ്, സെയിം തന്നെയാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ LMTD. ലോഗരിതമിക് മീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ LMTD. സോ Q ഈക്വൽ ടു എന്തായിട്ട് മാറി, UA ഇൻറ്റു തീറ്റ എം. Q ഈക്വൽ ടു എന്തായിട്ട് മാറി, UA ഇൻറ്റു തീറ്റ എം. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, തീറ്റ എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, LMTD എന്ന് പറയുന്നത്. തീറ്റ എമ്മിനെയാണ് നമ്മൾ എന്ത് പറയുക, LMTD എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഇതൊന്ന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഡെറിവേഷൻ ഒരു 1-2 പ്രാവശ്യം ഒന്ന് കാണുക, 1-2 പ്രാവശ്യം റിവ്യൂ ചെയ്ത് കാണുക. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് റീകോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ,